നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് തലയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ മാച്ചാണ്. MSDയുടെ മൈൽ സ്റ്റോൺ മാച്ചിൽ CSKക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. 400ാമത്തെ T20 മത്സരമാണ് ഇന്ന് MS ധോണി കളിക്കാൻ ഇറങ്ങുന്നത്. ആ മൈൽ സ്റ്റോൺ പിന്നിടുക വൺ ഓഫ് ദി ബെസ്റ്റ് എവർ, ആ കാര്യത്തിൽ തർക്കമില്ല. ഈ മൈൽ സ്റ്റോൺ ഒരു വിജയം കൊണ്ട് ആഘോഷിക്കാനാവുമോ? അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങൾക്ക് അങ്ങനെ ഒരു വിജയമധുരം സമ്മാനിക്കാൻ പറ്റുമോ? കാത്തിരുന്ന് കാണണം. ഇന്നത്തെ മത്സരം എന്ന് പറയുമ്പോൾ അത് SRHനും CSKക്കും ഒക്കെ ഡു ഓർ ഡൈ മത്സരമാണ്. ഈ കളി പൊട്ടിയാൽ പിന്നെ ഒരു പ്രതീക്ഷയും വേണ്ട. ഇപ്പോൾ തന്നെ വളരെ ചെറിയ ഒരു കച്ചിത്തുരുമ്പ് മാത്രമാണ് മുന്നോട്ട് പോകാൻ മുന്നിലുള്ളത്. എല്ലാ കളികളും വിജയിക്കുക, അതൊക്കെ സാധിക്കുമെന്നൊരു ചോദ്യം. ഇന്ന് തോറ്റാൽ പിന്നെ ഒന്നും നോക്കണ്ട. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശക്തിയേറിയ വാശിയേറിയ ഒരു പോരാട്ടം ഇന്ന് നമ്മൾ ചെപ്പോക്കിൽ പ്രതീക്ഷിക്കണം. രണ്ട് ടീമിൻ്റെയും പ്രോബബിൾ 12 നോക്കുമ്പോൾ CSKയുടെ കാര്യത്തിൽ അത് പറയുക അത്ര എളുപ്പമല്ല. ഓൾറെഡി അവരുടെ 27 പ്ലേയേഴ്സിൽ 20 പ്ലേയേഴ്സിനെയും അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ മിക്ക യുവതാരങ്ങളും അവരുടെ ഹൈ പെർഫോമൻസ് അക്കാഡമിയിൽ നന്നായിട്ട് ട്രെയിനിങ് നടത്തുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. പുതിയ റിക്രൂട്ട്മെൻ്റ് ആയിട്ടുള്ള ഡേവൽ ഡി ബ്രവിസ് നമ്പർ 4 ബാറ്റ് ചെയ്യാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ബാറ്റിങ്ങിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആയുഷ് മെഹ്ത്രയും ഷെയ്ഖ് റഷീദും അടക്കുന്ന യുവതാരങ്ങളൊക്കെ തുടരുകയും ചെയ്യും. അവരുടെ പ്രോബിൾ 12 നോക്കിയാൽ രജിൻ രവീന്ദ്ര, ഷെയ്ഖ് റഷീദ് അവർ ഓപ്പൺ ചെയ്യും. ദെൻ ആയുഷ് മെഹ്ത്ര, രവീന്ദ്ര ജഡേജ, ശിവൻ ദ്യൂബെ, വിജയ് ശങ്കർ, MSD, ജെമി ഒവേർട്ടൺ, ആർ അശ്വിൻ, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, മദീഷ പതിരാന. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവരുടെ 12 എന്ന് പറയുമ്പോഴും ഇനി ബൗളിങ്ങിനെ സാക്രിഫൈസ് ചെയ്ത് ബ്രവിസിനെ ഇറക്കുകയാണെങ്കിൽ നമ്പർ 4 അദ്ദേഹം വരും. ഒരു ബൗളറെ, ഒരു വിദേശ ബൗളറെ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ, ഇപ്പോൾ ജെയ്മി ഒവേർട്ടിനെ വേണമെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്യാം. അങ്ങനെ സാക്രിഫൈസ് ചെയ്താൽ അവിടെ പകരം ഡേവൽ ഡി ബ്രവിസ് വരും. ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം നമ്പർ 4 ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ അതാണ് നമ്മൾ ആ കാര്യത്തിൽ പറയാനുള്ളത്. അതിന് സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ബാറ്റിങ്ങിന് ആ ഒരു ഫയർ പവർ ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ബൗളിംഗ് എങ്ങനെ വരുമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ ചെന്നൈയിലെ പിച്ചാണ്, സ്പിന്നർമാരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി രജിൻ രവീന്ദ്രയൊക്കെ വേണമെങ്കിൽ ആശ്രയിക്കാവുന്നതേ ഉള്ളൂ. മറുഭാഗത്ത് SRH ചെന്നൈയിലെ പിച്ചിൽ ഒരു എക്സ്ട്രാ സ്പിന്നറെ കൂടി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ചാഹറോ കാമിൻഡു മെൻഡിസോ കളിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ തെളിയുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു പ്രോബിൾ 12 പോയാൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിക് ക്ലാസൻ, അനികേത് വർമ്മ, അഭിനവ് മനോഹർ, പാറ്റ് കമിൻസ്, ഹർഷൽ പട്ടേൽ, ജയദേവ് ഉനഡ്കഡ്, രാഹുൽ ചാഹർ അല്ലെങ്കിൽ ശിഷൻ അൻസാരി, ദെൻ കാമിൻ മെൻഡിസ് ഓർ ഇസ്ഹാൻ മലിംഗ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾ 12. എന്തായാലും മികച്ചൊരു പോരാട്ടം ഇന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.